സഭയുടെ ഉണർവ്, റിവൈവ് ദ ചർച്ച് പാർട്ട് 2. കഴിഞ്ഞ ദിവസം പാർട്ട് 1 ഉണർവ്, ദൈവത്തിൻ്റെ ആത്മാവിൽ സഭ ഉണരണം, ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ, 5 വരെയുള്ള വാക്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഇന്ന് സഭയെക്കുറിച്ച് നമ്മൾ ഉണർവിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ചേരുന്ന ചിന്ത, നമ്മൾ ഉണർവ് ആഗ്രഹിക്കുന്നതിൽ കൂടുതലായിട്ട് ദൈവത്തിന് നമുക്ക് ഉണർവ് തരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ചത്ത് കിടക്കുന്ന ഒരു കൊച്ചിനെ ജീവിപ്പിക്കണമെന്ന് അമ്മയ്ക്കല്ലേ കൂടുതൽ ആഗ്രഹം? അതുതന്നെയാണ്. ആത്മാവിൽ ചത്ത് കിടക്കുന്ന ഒത്തിരി പേര്, ആത്മാവുണ്ട്, വളരെ ചെറുതായിട്ട് അവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹം യേശുവിനാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഈ 2024 അനേക മക്കളെ കൊണ്ട് ഉണർവ് പ്രഖ്യാപിക്കുന്ന ഒരു വർഷമാണ്. അതിൽ ഞാനും വിളിച്ചു പറയുകയാണ് 3 കാര്യങ്ങൾ സഭയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്. സഭ എന്ന് പറയുമ്പോൾ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ സഭ നമ്മൾ കുടുംബാംഗങ്ങളാണ്. കർത്താവ് തിരഞ്ഞെടുത്ത മക്കൾ കൂടുമ്പോഴാണ് ചേർച്ച് വരുന്നത്. ചേർച്ച് എന്ന് പറയുമ്പം നമ്മൾ ഈ ചേർച്ചിൻ്റെ നമ്മൾ കൊടുക്കുന്ന കൊണോഷൻ ക്രിസ്തുവിൻ്റെ സഭയെന്നാണ് ഈ ചേർച്ച് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്നിൽ നമുക്ക് പ്രതീക്ഷ വേണം, നമുക്കൊരു പ്രത്യാശ, ഒരു പ്രതീക്ഷയുണ്ട്. കർത്താവ് പറഞ്ഞത് ചെയ്യും. കർത്താവിൻ്റെ റിവൈവൽ ടൈമാണ്, എൻ ടൈമാണ്, ദൈവം പ്രവർത്തിക്കുക. അതൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശ. നമുക്കൊരു വി ആർ ഫോർട്ടെല്ലേഴ്സ്, അതായത് നമ്മൾ വിളിച്ചു പറയുക ദൈവത്തിൻ്റെ വരാൻ പോകുന്ന കാര്യങ്ങൾ. 2, ദൈവത്തിൽ ഐക്യത ആത്മാവ് വരണം. അത് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും പറ്റില്ല. ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സത്യം, ഏത് കുടുംബത്തിലും ഭാര്യ ഭർത്താക്കന്മാരൊന്നിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. പക്ഷെ എവിടെയാണ് ഐക്യതയുള്ളത്? നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ല, അവർ ഉറക്കം പ്രാർത്ഥിച്ചില്ല, അല്ലേ നമ്മൾ പറയും. നമ്മൾ കൂടുതൽ സമയമെടുത്ത്, അവർ കുറച്ച് സമയം എടുക്കാതെ അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എന്തെല്ലാം നമ്മളങ്ങോട്ട് എന്താണെങ്കിലും ഐക്യത പോയില്ലേ? ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എങ്ങനെയാണെങ്കിലും ഐക്യത കിട്ടത്തില്ല. അത് അവിടെ ആ പിശാചിൻ്റെ കളി ഇച്ചിരി കടുപ്പം. അതുകൊണ്ട് എല്ലാം മറന്നിരിക്കാൻ പലപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാരെക്കാട്ടിൽ കൂടുതൽ പ്രയോജനം ഞാൻ കാണുന്നത് പുരുഷന്മാരൊന്നിച്ച് കൂടിയിരുന്ന്, സ്ത്രീകളൊന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാം മറന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വിഷയം എടുത്ത് പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ കിട്ടും. അതുണ്ടാകട്ടെ 2020. എങ്ങനെ അതിന് ദൈവത്തിന് മഹത്വം വരട്ടെ. നമ്മുടെ ഈ പെറ്റി തിങ്സ് പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കുറയ്ക്കാതിരിക്കട്ടെ. ഇതെല്ലാം നടക്കുന്നത് ദൈവം വിളിച്ച വചനത്തിൽ കൂടെയാണ്. സത്യവചനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ റിച്വലിസ്റ്റിക്, അതായത് ഞാൻ എൻ്റെ കുടുംബം ഇങ്ങനെ ചെയ്തതിന്, ഞാൻ ഇങ്ങനെ ചെയ്താലത്, അതൊന്നും ആകരുത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ലിവിങ് സ്പിരിറ്റാണ്. അത് ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഭർത്താവ് എന്നോട് ഇന്ന് പറയുന്നത് അല്ല. ഇന്നലെ ഞങ്ങൾ വേറെടുത്ത് ഇന്ന് നമ്മൾ ഐ ആം ഇൻ കൊട്ടാരക്കര. ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണ്, ഞാനിവിടെ റെക്കോർഡിങ് എടുക്കുന്നു. ഞാൻ പറയുന്നത് ഇന്നലെ ചെയ്തതാണോ ഇന്ന് ചെയ്യുന്നത്? അല്ലല്ലോ. പരിശുദ്ധാത്മാ അങ്ങനെ തന്നെയാണ്. ഈസ് ഫ്രഷ്, ഈസ് ലൈവ്, ഹി ടോക്സ് ടു അസ് ഓൺ എ ഡെയിലി ബേസിസ്. ആ ഫ്രഷ്നെസ് എല്ലാം പള്ളിയിൽ നിന്നും ചർച്ചുകളിൽ നിന്നും എല്ലാം പോയിരിക്കുകയല്ലേ. അതെങ്ങനെയാണ് റിവൈവ് ചെയ്യും? കർത്താവ് നോക്കുമെന്ന്. അത് പെന്തക്കോസ്ത് ദിവസം സംഭവിച്ചു. പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിച്ചു. അവരെല്ലാവരും 12 പേരുടെ നടുക്ക് നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മളൊരു 12 പേരുടെ നടുക്ക് നിന്നുകൊണ്ട് അവരെല്ലാവരും നമുക്ക് പറയുന്ന പോലെ എസ് പറയുന്നു, കണ്ണടച്ചങ്ങ് എസ് പറയും. പിന്നെ എങ്ങനെ അതിശയം നടക്കാതിരിക്കും? മലകൾ മാറുമല്ലോ. അങ്ങനെ നടക്കട്ടെ. അങ്ങനെ ഒരു ഗ്രൂപ്പ് 12 മതിയെന്ന്, ഒത്തിരി പേര് വേണ്ട. ഞാനും പറഞ്ഞല്ലോ, നമ്മൾ കണ്ടക്ടിങ് എ റിട്രീറ്റ് ഓൺ 20th January. പിന്നെ അധികം പേരെ എനിക്ക് ആദ്യത്തെ പലയിടത്തും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ഇഫ് എനിബഡി ഈസ് വെരി ആണസ്റ്റ്, യു ക്യാൻ കോൺടാക്ട് ദ പ്രെയർ നമ്പർ ആൻഡ് വി വിൽ ഗിവ് ദ ഡീറ്റെയിൽസ്. അല്ലാതെ ഒത്തിരി പേര് വരാനുള്ള ഒരു സാഹചര്യത്തിലായിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരുമ്പം ആത്മാവ് പ്രവർത്തിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ അതുപോലെ തട്ടുന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് കോൺടാക്ട് ദ പ്രയർ നമ്പർ ആൻഡ് വി വിൽ ഗിവ് ദ ഡീറ്റെയിൽ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് ദൈവരാജ്യം പണിയാനാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ രാജ്യമല്ല, ദൈവരാജ്യം പണിയണം. 1, 2 നമ്മളതിനു വേണ്ടി കാത്തിരിക്കണം. 3 ദൈവീക അഭിഷേകത്തിന് വേണ്ടി പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാണ്, രാജ്യം അതേപോലെ നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഒരു ദിവസം കുറഞ്ഞത്
10 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചിന്തിക്കാതിരിക്കത്തില്ല. അതിന് ആത്മാവുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും പറയും സ്വർഗസ്ഥനായ പിതാ, എന്നിട്ട് നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഡു വി റിയലി മീൻ ഇറ്റ്? നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് നമ്മൾ എപ്പോഴേലും പറഞ്ഞിട്ട് കർത്താവ് വരുന്നെന്ന് പറയുമ്പോൾ ഓടിപ്പോകുന്ന മനുഷ്യരാണ് പലരും. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു 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 അജണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ ദിവസങ്ങളും വീക്സുകളും ഇരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അമേരിക്കയിലടുത്ത് റിവൈവൽ തുടങ്ങിയിട്ടുണ്ട് ഒരു കോളേജിൽ, ഡോണ്ട് റിമെമ്പർ ദ നെയിം. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. അത്ര കുറേ പേര് പാട്ട് പാടും, കുറേ പേര് സ്തുതിക്കും, കുറേ പേര് ദൈവവചനം പറയും. ദർ ഇസ് ആൻ ഓർഡർ ബൈ ദ ഹോളി സ്പിരിറ്റ്. അവിടെയൊന്നും ചട്ടവും ചട്ടക്കൂട്ടും ഒന്നും ഇല്ല. അവിടെ കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ അത് ഭംഗിയായിട്ട് ചന്തമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വെക്കുമോ? നമ്മുടെയൊക്കെ ഈ നമ്മുടെയൊക്കെ മെയിൻ ലൈൻ ചർച്ചകളിലൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈവൻ മറ്റ് ചർച്ചകളിലും സംഭവിക്കുമോ? ഐ ഹാവ് മൈ ഡൗട്ട്സ്. എനിവേ, നമ്മൾ കാത്തിരിക്കണം, ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ ഈ കൊർന്നേലിയസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നേലിയസിനെ കുറിച്ച് പറഞ്ഞു. കൊർന്നേലിയസിന് ദൈവത്തെക്കുറിച്ച് അറിയാൻ അങ്ങ് വലിയ ആഗ്രഹമാണ്. അതൊരു നല്ല ഭാഗമാണ് കൊർന്നേലിയസിൻ്റെ അത് ഭാഗമായിരുന്നു. അതായത് കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. 100 പേരുടെ അധിപനാണ്. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നതിനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു. അവൻ ദൈവത്തെ വിളിക്കുന്നവനാണ്. എന്നിട്ടെന്ന് പറഞ്ഞു, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവൻ്റെ അടുക്കൽ വരുന്നത് അകത്ത് വരുന്നത് സ്പഷ്ടമായി. കൊർന്നേലിയസേ എന്ന് തന്നോട് പറയുന്നു കേട്ടോ. അവനെ ഉറ്റുനോക്കി ഭയവശനായി. എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന പേരുള്ള ശിമോനെ വരുത്തുക. പത്രോസ് എവിടെയാണ് താമസിക്കുന്നത്? അപ്പം കൊർന്നേലിയസ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. കൊർന്നേലിയസ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു യോപ്പയിൽ. പിന്നെ കൊർന്നേലിയസ് എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു? ഇത്താലിയ എന്ന് പെട്ടാണ് പ്രാർത്ഥിക്കുന്നത് തൻ്റെ ഭവനത്തിലിരുന്ന്. അപ്പം കൊർന്നേലിയസിനടുക്കൽ പരിശുദ്ധാത്മാവ് വന്ന് വെച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ ദൂതം വന്നിട്ട് നീ യോപ്പയിലേക്ക് ആളെ അയച്ചിട്ട് പത്രോസ് യോപ്പയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 2 സൈഡിൽ അവിടെ ഇവിടെയും പ്രാർത്ഥനയാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഭാര്യ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഭർത്താവ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അമ്മ അപ്പനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളപ്പുറത്ത് പ്രാർത്ഥിക്കുന്നു. ദർ ഇസ് യൂണിറ്റി. ഡിസ്റ്റൻസ് ഈസ് നോട്ട് ദി ക്രൈറ്റീരിയ. അതാണ് ലോകത്തിൻ്റെ എവിടെ എനിക്ക് ചിലപ്പോൾ ഞാൻ പറയും, എൻ്റെ മോനൊക്കെ അമേരിക്കയിലായിരിക്കുന്നപ്പോൾ അവർക്ക് വിഷമമുണ്ട്, എനിക്കിവിടെ ഫീൽ ചെയ്യും. ഹൗ? സ്പിരിറ്റ് റെലം ഈസ് വെരി ഓപ്പൺ. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആർക്കും എന്തെങ്കിലും പറ്റി നമുക്ക് ഉടനെ തോന്നിക്കത്തില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പ്രാർത്ഥന പരിശുദ്ധമ്മ വിളിക്കും, ഒരാളെ അങ്ങ് വിളിക്കുക തന്നെ അങ്ങ് നിർബന്ധിക്കുക. ഞാനാണ് ഭജന എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വിളിക്കേണ്ട, എന്തിനാ ഇപ്പം വിളിക്കുന്നത്? ഇന്നലെ കണ്ടതല്ലേ ഭർത്താവ്. പിന്നെ വിളിക്ക്. ശരി, ഇത് പറയുന്നത് തോന്നലാണ് മനസ്സിനകത്ത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും, കർത്താവ് നീ പറഞ്ഞ അനുസരിക്കും, നീ ആണെങ്കിൽ ഞാൻ ഉടനെ വിളിച്ചേക്കാം. നീ വിളിച്ചു കഴിഞ്ഞപ്പം നീ വേറെ നീഡ് ഓഫ് മൈ പ്രെയർ. എൻ്റേതാണെന്ന് ആരുടെയെങ്കിലും പലരെ പറഞ്ഞു കാണുമായിരിക്കും. എന്നോടാണ് പരിശുദ്ധാത്മാവെന്ന് ഹേമിച്ചത്, ഞാൻ പറഞ്ഞു അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥന. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് കോൾഡ് ഒബീഡിയൻസ്. ഇത് ഇത്ര പാടുള്ള കാര്യമൊന്നുമല്ല ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ കൊർന്നേലിയസ് പ്രാർത്ഥിച്ചു, അപ്പുറത്ത് പത്രോസ് പ്രാർത്ഥിച്ചു. 2 പേരും അവിടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ അതിശയം നടന്നു. കൊർന്നേലിയസ് പറഞ്ഞനുസരിച്ച് ആളുകളുടെ കൂടെ പത്രോസ് പോകത്തില്ലെന്ന് പറഞ്ഞെങ്കിലും പോകത്തില്ലെന്ന് വിചാരിച്ച് ദൈവം ദർശനം കൊടുത്തു. 4 കാലികളെ എല്ലാത്തിനും കൂടെ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവച്ച് നീ അറുത്ത് കഴിക്കാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, ഞാൻ കഴിക്കത്തില്ല, ഇതൊന്നും ശുദ്ധമല്ല. കാരണം ദൈവം ശുദ്ധമാക്കിയത്, നീ എന്താ അശുദ്ധമെന്ന് പറയുന്നത്? ദൈവമാണ് പറഞ്ഞു വിടുന്നെങ്കിൽ നമ്മളെന്ത് ചോദിക്കാൻ? ആ ഒരു വിശാല ഹൃദയം നമുക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ അവരൊന്നിച്ചുകൂടി അവിടെ റിവൈവൽ നടന്നു. സോ ദിസ് ഈസ് ദ സെക്കൻഡ് റിവൈവൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കൂടുന്നിടത്ത് ഏതൊരു വലിയ റിവൈവൽ ഉണ്ടായേക്കത്തുള്ളൂ. നമ്മൾ യേശു ക്രിസ്തു ശിഷ്യന്മാരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് 500 പേരെ കാണുക സ്വർഗ്ഗാരോഹണം ചെയ്തു. അപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ എല്ലാവരും മുകളിലോട്ട് നോക്കിയിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ദൈവദൂതൻ പിന്നെ, ഗലീല പുരുഷന്മാർ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പം ഇനിയുള്ള ഒരു ജോലി നമ്മുടേത് ദൈവത്തിൻ്റെ തിരിച്ചു വരവിന് മുമ്പിലുള്ള പ്രിപ്പറേഷനാണ്. വി ഹാവ് ടു ബി എക്സ്പെക്റ്റിംഗ് ഹിസ് കമ്മിങ് എനി ടൈം. അല്ലാതെ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണ്. അതിനുകൊണ്ടാണ് കാത്തിരിപ്പെന്ന് പറയുമ്പം സർവത്തിനും ഉപരിയായിട്ട് ദൈവരാജ്യം
ഭൂമിയിലാക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ദൈവത്തെ എതിരേൽക്കുന്ന ഒരു ഗണം നമ്മുടെ കുടുംബങ്ങളിലെല്ലാവരും പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒറ്റയാൾ മാറി നിൽക്കില്ല. വി റിയലി നീഡ് അറ്റ്ലീസ്റ്റ് ഒരു 80 പേരുടെ പേരെങ്കിലും ഈ ജാനുവരി മാസം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് തുടങ്ങാം. നമ്മുടെ ദൈവത്തിന് മുമ്പിലേക്ക് കൊടുക്കാം. കർത്താവ് അവയെല്ലാം സീരിയസ് ആയിട്ട് എടുക്കും. നമ്മൾ കുടുംബാംഗങ്ങൾ ആരും മാറി നിൽക്കരുത്, എല്ലാവരും കൊണ്ട്. അപ്പോൾ ഐക്യത വരുമ്പോൾ ദൈവം ഉണർവ് ആഗ്രഹിച്ചാൽ പിന്നെ ദർശനമുള്ളവരും വചനമുള്ളവരും പ്രാർത്ഥനയും കൊണ്ട് ഒന്നിച്ചു കൂടിയാൽ അവിടെ റിവൈവൽ ഉണ്ടാകും. അതൊരു സത്യമാണ്. അതൊരു വിശുദ്ധൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അത് സത്യമാണ്. വേദപുസ്തകം നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സഭകളിലും ദൈവത്തിൻ്റെ ഒരു ഉണർവ് ഈ മാസങ്ങളിലുണ്ടാകട്ടെ. ദേശം പടരട്ടെ. ഈ കൊടിയ കാറ്റടിച്ചത് ദൈവമേ അവിടെ തന്നെ നിൽക്കാതെ, അപ്പോസ്തലപ്രവൃത്തി 2 വന്നത് 20 പേര് അവിടെ തന്നെ നിൽക്കാതെ ഇവിടെയെല്ലാം വന്ന് അടിച്ച് ഭൂമി മുഴുവനും പടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉണർവെന്ന് പറയുമ്പം ഒരു കണക്ക് നോക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കാതെ ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ വചനാടിസ്ഥാനത്തിൽ കാത്തിരിക്കാതെ സംഭവിക്കത്തില്ല. 100 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പേ ചെറിയൊരു ഗ്രൂപ്പം കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ച് അവിടെ റിവൈവൽ അപ്പച്ചൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ദൈവവിശ്വാസികൾ ഒന്നിച്ചുകൂടി ഭവനങ്ങളിൽ റിവൈവൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കുടുംബങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നത്. എന്താണേലും ദൈവമേ ഞങ്ങൾക്കൊരു പുതിയ കാറ്റയച്ചാണ്, പുതിയ തീയിറക്കണം. 2024 തീയിറക്കുന്ന വർഷമാക്കണം. എന്നിട്ട് വേണ്ടാത്തതിനെല്ലാം കരിച്ചു കളഞ്ഞ് വേണ്ടുന്നതിനെ തീജ്വാല പോലെ ആക്കുന്ന വർഷമാക്കി മാറ്റണം. ഇത് തിരുവല്ലായി തുടങ്ങണം കർത്താവേ. അടിയങ്ങളൊക്കെ ജീവിക്കുകയല്ലേ ഇവിടെ. അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങി പടരട്ടെ. ദേശത്തെല്ലാം ഇങ്ങനെ പടർന്നു പോയിട്ട് അത് തിരിച്ചിവിടെ വരണം. അപ്പച്ചനോട് അങ്ങ് പറയുക ഞാൻ ആത്മാവിൽ. അത് തന്നെ അപ്പച്ചൻ ചെയ്യാൻ പോകുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ പറയുന്ന കാര്യമില്ല, അപ്പച്ചൻ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്റ്റേഡിയം വൃത്തിയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പച്ചൻ വേറൊരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കി. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ കർത്താവ് ടെൻ്റടിച്ച് ജീവിക്കുന്നത് പോലെ പാളയത്തിന് അകത്തും പുറത്തും ആളുകളെ കൊണ്ട് നിറഞ്ഞതുപോലെ നിറയട്ടെ കർത്താവേ. ദേശം ശുദ്ധമാകട്ടെ. അവിടുന്ന് ഇറങ്ങി വരുന്നത് കാണാൻ തക്കാണ് ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ. ഞങ്ങളുടെ തന്നെയല്ല, ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ പേരെഴുതുന്ന എല്ലാവരുടെയും കണ്ണ് തുറക്കണം. അവരുടെയൊക്കെ ശ്രദ്ധ മാറ്റി ദൈവത്തിൽ നിന്ന് മാറ്റാൻ വരുന്ന സകല ശക്തികളും വെട്ടിമാറ്റി യേശുവിലാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ അപ്പച്ചനും ഞങ്ങളുടെ പിതാവും അതുപോലെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും സ്നേഹിതനും സഹോദരനും കൂട്ടുകാരനുമായി മാറിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്നും വേണം അപ്പച്ച. ഞങ്ങൾ ചോദിച്ച ഉടനെ ഉത്തരം തരും. ഞങ്ങൾ ചോദിക്കാത്ത കുഴപ്പമാണ്. ഞാൻ അനേകം മക്കളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹത്തിൻ്റെ വർഷമാണ് ഞങ്ങളുടെ ആത്മാവ് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.